നിങ്ങളെ വീട്ടിലെ വഴക്കാളിയായിട്ടുള്ള 2 പേരെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിള്ളേരായിക്കോട്ടെ, അതേപോലെ നിങ്ങളെ സ്വന്തം പെറ്റ്സ് ആയിക്കോട്ടെ, അതായത് പൂച്ചയാണെങ്കിലും പൂച്ചക്കുഞ്ഞാണെങ്കിലും പട്ടിക്കുഞ്ഞാണെങ്കിലും ഇവരെല്ലാം പേരൊന്ന് കമൻറ്റ് ചെയ്യണം. വഴക്ക് കൂട്ടുന്ന ആൾക്കാരെ കേട്ടോ. പിന്നെ ഈ ചില വീടുകളിൽ മൈനേനൊക്കെ വളർത്തുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്, മൈനക്കുഞ്ഞിനെ. അപ്പോൾ അത് നന്നായിട്ട് ഇണങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ എന്നെ വളർത്തിയിട്ടില്ല. പക്ഷെ പണ്ട് എൻ്റെ വീട്ടിൽ തത്ത ഉണ്ടായിരുന്നു. ആ തത്ത നല്ല രീതിക്ക് തന്നെ ഇണങ്ങി നല്ല ഇതായിട്ട് വന്നായിരുന്നു. പിന്നെ അത് എന്തോ പറഞ്ഞുകൊണ്ട് അത് ചത്തുപോയി. പിന്നെ ഒരു പൂച്ച ഉണ്ടായിരുന്നു, ഒരു വെള്ളപ്പൂച്ച. ഇതല്ലാതെ ഒരു വെള്ളപ്പൂച്ച. അത് നന്നായിട്ട് ഇതായിരുന്നു. ഇത് അടുത്ത വീട്ടിലാരോ വിഷം വെച്ചാണോ എന്താ സംഭവിച്ചതെന്ന് പറയടിയിൽ. അങ്ങനെ അവന്മാരും പോയി. അതിന് ശേഷമാണ് നമുക്ക് ഇവന്മാർ കിട്ടുന്നത്. ഇവന്മാർ പിന്നെ ജനിച്ച് വീണത് ഇവിടെ ആയതുകൊണ്ട് പിന്നെ നല്ല ചങ്കായിട്ട് കൂടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഈ പെറ്റ്സിന് കൊടുക്കാൻ പറ്റും, അതായത് പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല ഫുഡ് എന്താണെന്നുള്ളതുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ പറഞ്ഞു പാല് കൊടുക്കരുതെന്ന് പറഞ്ഞു, കുറച്ച് ആൾക്കാർ പറഞ്ഞു മറ്റേ ഇതിൻ്റെ തീറ്റയുണ്ട് അത് മേടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് മേടിച്ചാൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ ഒന്ന് ഇവനന്മാരെ ഒന്ന് ഉഷാറാക്കി എടുക്കണമെങ്കിലേ അതിനെന്താ ഫുഡ് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണമെന്ന് നല്ലതായിരിക്കും. അതിനെ മേടിച്ചും കൊടുക്കാം. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ മൂവാറ്റുപുഴ പോയിട്ടുണ്ടായിരുന്നു. മൂവാറ്റുപുഴ ഒരു പെറ്റ് ഷോപ്പുണ്ട്. അതിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് പറഞ്ഞു.